ഫാദർ ഓഫ് യോഗ എന്നറിയപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ചൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധഃ എന്നാണ്. ചിത്തവൃത്തി എന്നാൽ മനസ്സിൻ്റെ വ്യാപാരങ്ങളെയാണ് ചിത്തവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോവ്യാപാരങ്ങളെ നിയന്ത്രണത്തിലാക്കി ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് യോഗ ലക്ഷ്യമാക്കുന്നത്. യോഗ സ്ത്രീകളുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ സഹായകരമാണ്. പ്രസവശേഷമുള്ള ആരോഗ്യം വീണ്ടെടുക്കാനായി യോഗ വളരെ സഹായിക്കുന്നു. സ്ത്രീകൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹോർമോൺ ഇംബാലൻസ് തടയാനും ഫ്ലെക്സിബിലിറ്റി കൂടാനും ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ തടയാനും സഹായകമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആസന അനന്താസനയാണ്. അനന്താസന സ്ലിപ്ഡ് ഡിസ്ക് ഉള്ളവർ ചെയ്യാൻ പാടുള്ളതല്ല. സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളവരും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് നമ്മുടെ ഹിപ്പിലെയും തൈസിലെയും ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരീര സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഇത് വളരെ പ്രയോജനമാണ്. എങ്ങനെയാണ് അനന്താസനം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. മലർന്ന് നിവർന്ന് കിടക്കുക. റിലാക്സ്. ദീർഘമായി ശ്വസിച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. മെല്ലെ വലത് സൈഡ് ചരിഞ്ഞ് വലത് എൽബോ തറയിൽ പ്ലേസ് ചെയ്ത് പാമിൽ ഹെഡ് പ്ലേസ് ചെയ്ത് റിലാക്സ് ചെയ്ത് കിടക്കുക. കിടന്നതിന് ശേഷം മെല്ലെ ശരീരത്തിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം എൽബോയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. മെല്ലെ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗാണ് ഉയർത്തേണ്ടത്. ലെഫ്റ്റ് ലെഗ് ഉയർത്തുന്നതിനൊപ്പം ലെഫ്റ്റ് ഹാൻഡും ഉയർത്തുക. കാല് ഉയരുന്നതിനൊപ്പം നിങ്ങളുടെ കണ്ണും സഞ്ചരിക്കേണ്ടതാണ്. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ ലെഫ്റ്റ് ലെഗ് ഉയർത്തുക. കാലിൻ്റെ വിരലുകളിൽ പിടിക്കുക. വലത് കാൽ തറയിൽ തന്നെ പ്ലേസ് ചെയ്യേണ്ടതാണ്. നോട്ടം മുകളിലേക്കാണ്. അനന്താസന. മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് പോസ്ചർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. എക്സേൽ ചെയ്ത് കണ്ണുകൾ കാലിനൊപ്പം സഞ്ചരിക്കണം. മെല്ലെ മലർന്ന് നിവർന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക. ഓപ്പോസിറ്റ് സൈഡ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്.